നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ കാലാവസ്ഥയുടെ ഒരു വിഷയം കാരണമാണ് അത് തിരിച്ച് ആ യുദ്ധക്കപ്പലിലേക്ക് തന്നെ ഈ യുദ്ധവിമാനത്തിന് ലാൻഡ് ചെയ്യാൻ പറ്റിയത്. അതായത് അതിലേക്ക് തന്നെ എത്താൻ പറ്റിയില്ല, ലാൻഡ് ചെയ്യാൻ സാധിച്ചില്ല. കാരണം കടൽ പ്രക്ഷുബ്ധമായതുകൊണ്ട് തന്നെ യുദ്ധവിമാനത്തിന് അതിൻ്റെതായ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടായി. ആ ചലനങ്ങൾ മൂലം യുദ്ധവിമാനത്തിന് അതായത് അത് ടേക്ക് ഓഫ് ചെയ്തതുപോലെ തന്നെ തിരിച്ച് ലാൻഡ് ചെയ്യാനുള്ള സാങ്കേതിക പ്രശ്നമുണ്ടായി. അതുകൊണ്ട് തന്നെ കുറെ അധികം സമയം ഈ യുദ്ധവിമാനത്തിന് ആകാശത്ത് വട്ടമിട്ട് പറക്കേണ്ടി വന്നു. അങ്ങനെ നമ്മുടെ ഇവിടെ തീരത്ത് നിന്നും 100 നോട്ടിക്കൽ മൈൽ ദൂരെയുള്ള സ്ഥലത്ത് വെച്ചാണ് ഈ യുദ്ധവിമാനം ആദ്യം പറന്നുയർന്നത്. പിന്നീട് അരമണിക്കൂറിന് ശേഷം അത് ലാൻഡ് ചെയ്യാനുള്ളതായിരുന്നു. പക്ഷെ അത് തിരിച്ച് ലാൻഡ് ചെയ്യാനുള്ള സാങ്കേതിക പ്രശ്നം ഉണ്ടായി. അത് കടൽ പ്രക്ഷുബ്ധമായാണ് കാരണം. അതുകൊണ്ട് തന്നെ ഈ പരിശീലന പറക്കലാണ് നടത്തിയത്. അങ്ങനെ പരിശീലന പറക്കലിന് ശേഷം ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ബന്ധപ്പെട്ട പ്രശ്നം കാരണമാണ് ഏറ്റവും അടുത്ത ഒരു വിമാനത്താവളം എന്ന രീതിയിലാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് ഇത് അടുപ്പിച്ചത്, യുദ്ധവിമാനം അടുപ്പിച്ചത്. അത് പ്രതിരോധ വകുപ്പിന്റെ നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതിയോടുകൂടി തന്നെയാണ് ഏറ്റവും അടുത്ത വിമാനത്താവളം എന്ന രീതിയിൽ ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രാലയം തന്നെയാണ് ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ പേര് സജസ്റ്റ് ചെയ്തത്. അതും വിമാനത്താവളത്തിലേക്ക് ഏറ്റവും സേഫായി അത് ലാൻഡ് ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ നേവിയുടെയും പ്രതിരോധ വകുപ്പിന്റെയും അനുമതി ഉണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഇനി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ഈ യുദ്ധവിമാനത്തിന് തിരികെ യുദ്ധക്കപ്പലിലേക്ക് പറന്നുയരാൻ സാധിക്കുകയുള്ളൂ. തൊട്ടടുത്തുള്ള വിമാനത്താവളം എന്ന രീതിയിൽ മാത്രമാണ് തിരുവനന്തപുരം വിമാനത്താവളം തെരഞ്ഞെടുത്തത് എന്ന വിവരം കൂടി ലഭ്യമായിട്ടുണ്ട്. പ്രിൻസ് വെയിൽ എന്ന യുദ്ധക്കപ്പലിൽ നിന്നാണ് ഈ യുദ്ധവിമാനം പറന്നുയർന്നത്. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഇത് കേരള തീരത്ത് ഈ യുദ്ധക്കപ്പലും വിമാനവും എത്തിയത്. പരിശീലന പറക്കലിനിടെയാണ് ഈ തിരിച്ച് ലാൻഡിംഗ് സാധ്യമാകാത്ത സാഹചര്യത്തിൽ അതിന് സാങ്കേതിക പ്രശ്നം മൂലം പിന്നീട് വട്ടമിട്ട് പറക്കേണ്ടി വന്നതും അതുകൊണ്ട് തന്നെ ഇന്ധനം തീർന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഏറ്റവും അടുത്ത വിമാനത്താവളം എന്ന രീതിയിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് ഈ യുദ്ധക്കപ്പലിനെ അടുപ്പിച്ചത്. അത് ബ്രിട്ടന്റെ യുദ്ധക്കപ്പലും യുദ്ധവിമാനവുമാണ്.